അഭിയോട് ജലജ പറയാണ്, നീ എന്തൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എത്ര തവണയായി നയനും നവ്യയും ഇവിടെ ഓടിക്കാൻ ശ്രമിച്ചിട്ട് നീ തന്നെ നാണം കിടന്നു. ഇനി നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാണ്, അമ്മേ, അവളുമാര് അത്രയ്ക്കും നമ്മളെ വിചാരിച്ച പോലെ ചെറിയ പുള്ളികളൊന്നും അല്ല. അവളുമാരെ ഓടിക്കണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൾമാർ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തിട്ട് പോലും മുത്തശ്ശനും മുത്തശ്ശിക്കും അവൾമാരോട് എന്തൊരു സ്നേഹമാണെന്ന്. അതൊക്കെ ആ നയന കാട്ടിക്കൂട്ടുന്ന അഭിനയങ്ങളാ. അത് മാത്രമല്ല, ഈ കുടുംബം എന്നും ഒന്നായിട്ട് പോകണമെന്നുള്ള മുത്തശ്ശൻ്റെ ആഗ്രഹമാണ് അവൾമാർ രണ്ടുപേരും പിടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ടാ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങൾ അവളുടെ മുകളിലുണ്ടെന്ന് അറിഞ്ഞിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പറയാത്തത് എന്ന് പറയുന്നു. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്തെങ്കിലും വലിയൊരു പ്ലാനിങ് ചെയ്താൽ മാത്രമേ അവളുമാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്ലാനിങ് ചെയ്യണം. അവളുമാരിലുള്ള വിശ്വാസ്യത നഷ്ടമാവണമെന്ന് പറയുന്നുണ്ട്. അഭി ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാവുമേ? ഇപ്പം നവിയുടെ പേരിൽ ഒരു ചെറുക്കനെ കൊണ്ട് തന്നെ ഞാൻ ഇൻവോൾവ് ആക്കിയിട്ട് പോലും അതുപോലും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതും അവളുടെ എല്ലാവരും സംരക്ഷിച്ച് അവളാണ് വലുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി. ഇനി ആ കേസിലും കൂടി ഞാൻ പെട്ടാൽ അതും തീർന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ആ നിർമ്മലിൻ്റെയൊക്കെ കേസിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. നിർമ്മലിൻ്റെ കേസ് വന്നിട്ടും മുത്തശ്ശൻ നവ്യേനെ ഒന്നും പറയില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെ അഭി പറയാണ്, അതിനകത്ത് എങ്ങാനും ഇൻവോൾവ് ആയത് ഞാനാണെന്ന് അറിഞ്ഞാൽ മുത്തശ്ശൻ ആ സെക്കൻഡ് എന്നെ വെട്ടി കൊല്ലുമായിരിക്കും. പക്ഷെ നവ്യേനെ ക്ഷമിച്ച് അപ്പോഴും അകത്ത് കയറ്റത്തേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ജലജ പറയണം, അതൊക്കെ നിന്റെ കയ്യിലുള്ള പിടിപ്പേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്ത് ചെയ്യണം പക്ക പ്ലാൻ ചെയ്യണം. ഇനി ഞാൻ നിന്നോട് പറയാതെ ഞാനൊരു പ്ലാനിങ് കൂടെ ചെയ്യുന്നുണ്ട്, അത് എന്താവും നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി പറയാണ്, അമ്മയ്ക്ക് ഈ വീടിനുള്ളിൽ നിന്ന് പ്ലാൻ ചെയ്യാനും നടത്താനല്ലേ പറ്റുള്ളൂ. ഈ വീട് ഫുള്ളിൽ എത്ര CCTV ക്യാമറ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവോ? അകത്തും പുറത്തുമായിട്ട് നമ്മുടെ മനുഷ്യന്മാരെക്കാളിലും കൂടുതൽ CCTV ക്യാമറകളാണ്. അത് വെട്ടിച്ച് അമ്മയുടെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം എന്തായാലും ആരുടെ ബെഡ്റൂമിനുള്ളിലൊന്നും ക്യാമറ ഇറക്കം വെക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ മോനൊന്ന് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭി പറയാണ്, കൊള്ളാം, എന്തൊക്കെയാണെങ്കിലും നമ്മൾ രണ്ടും പുറത്താവാതെ അമ്മ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അഭി പോകുന്നുണ്ട്. അങ്ങനെ അഭി പോയതിന് ശേഷം ജലജ ഓർക്കാണ്, എങ്ങനെയെങ്കിലും അവൾമാരോടൊന്ന് തൂത്തെറിയണം, അതിന് പറ്റിയ ഐഡിയ കണ്ടുപിടിക്കണം എന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വാതിക്കലായിരുന്ന CCTV ഇല്ല കേട്ടോ. ബെഡ്റൂമിൽ CCTV ഇല്ല. അപ്പോൾ ആ ഒരു ഐഡിയ നമ്മുടെ ജലജ ഓർക്കുന്നുണ്ട്. വിശ്വസ്തതയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും നയനയോട് ഭയങ്കരമായിട്ട് കൂടുതലുള്ളത്. അവൾ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്നല്ലേ പറയുന്നത്. മഹാലക്ഷ്മി കള്ളത്തരം ചെയ്താൽ അവളുടെ മേലുള്ള വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ജലജ ഓർക്കാണ്, എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അവളുടെ നാട്ടിൽ പായക്കണം, അതിനുള്ള എല്ലാ വേലകളും ഒപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജലജ മുത്തശ്ശിയുടെ മുറിയിൽ കയറിയിട്ട് വലിയ ഒരു ആഭരണം എടുത്ത്, അതായത് ഒരു 10-30 പവൻ വരുന്ന വലിയൊരു ആടയാഭരണം പോലത്തെ ഒരു ആഭരണം എടുത്തിട്ട്, ഒരു വലിയ ഷോമാല പോലത്തെ ഒരു ആഭരണം കേട്ടോ, ആ മാല എടുത്തുകൊണ്ട് പതിയെ ജലജ ഡോറൊക്കെ ലോക്ക് ചെയ്ത്, അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഡോർ ലോക്ക് അഴിക്കാൻ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ലോക്ക് അഴിച്ചതിന് ശേഷം അവൾ അതും കൊണ്ട് നേരെ പോയി നയനയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. നയന എപ്പോഴും കൊണ്ടുവന്നൊരു കുഞ്ഞു ഹാൻഡ് ബാഗ് കണ്ടിട്ടില്ലേ, ആ ഒരു ഹാൻഡ് ബാഗിനുള്ളിലേക്ക് ജലജ അത് വെക്കുന്നുണ്ട് ആരും കാണാതെ. എന്നിട്ട് ജലജ ആ ഹാൻഡ് ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം മുത്തശ്ശി എന്തായാലും ഇത് അറിയല്ലോ, കാരണം ഡോറൊക്കെ തുറന്നു നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരാൾ മുറിയിൽ കയറിയ കാര്യം മുത്തശ്ശി അറിയുമല്ലോ. അങ്ങനെ മുത്തശ്ശി റൂമിലേക്ക് വന്നിട്ട്, ഇതാരാ ഈ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശി തപ്പാണ് എല്ലായിടത്തും. അപ്പോഴേക്കുമാണ് മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടി തുറന്നിരിക്കുന്നത് കാണുന്നത്. ഈശ്വര, ഇതാരാ ഇപ്പോൾ തുറന്നേന്ന് നോക്കി, ഇനി ദേവ്യാനി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആഭരണപ്പെട്ടി എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നും ആ ഒരു ആടയാഭരണം മിസ്സായ വിവരം മുത്തശ്ശി അറിയാണ്. ഇതാരാ കൊണ്ടുപോയ, ഇനി ദേവ്യാനി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആ പെട്ടിയോട് വെച്ചതിന് ശേഷം താഴേക്ക് പോയിട്ട്, ദേവ്യാനി, എൻ്റെ മുറിയിലെ മടപ്പെട്ടി തുറന്നെടുക്കുക, അതിനകത്തുള്ള ആഭരണം നീ എടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ല. അപ്പോൾ ദേവ്യാനി കനകത്തിന് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ജാനകി, നീ വല്ലതും പോയി എടുത്തായിരുന്നോ? ഇല്ലമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ജലജ ഈ ഒരു കാണാതെ പോകുന്നതിൻ്റെ കുറച്ച് ജസ്റ്റ് മുമ്പ്, അതായത് ഇവള് പോയി ആഭരണം അടിച്ച് മാറ്റിയതിന് ശേഷം നയനയോട് അമ്മയുടെ മുറി ആകെ അമ്മയുടെ മുറിയുടെ വാതുക്കൽ വൃത്തികേടായി കിടപ്പുണ്ട്, അതൊന്ന് പോയി ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ നയന പോയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടം വരെ വന്നതല്ലേ, മുത്തശ്ശിയുടെ മുറിയോട് ക്ലീൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് നയന അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു ജലജയുടെ ലക്ഷ്യവും. അവൾ അകത്തേക്ക് എന്തായാലും അവിടെ പോയി കയറും നമുക്കറിയായിരുന്നു, അത് തന്നെയായിരുന്നു ലക്ഷ്യവും.
അങ്ങനെ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല മുത്തശ്ശി, ഒന്നുകൂടെ തപ്പി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും, ഇവിടെ നിന്ന് ആര് കൊണ്ടുപോകാനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, ആര് കൊണ്ടുപോകാനാണോ, ഇവിടെ ഇല്ലേ പുറത്തുനിന്ന് വന്ന് കയറിയ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇന്നേ വരെ പൊന്നും പണവും കാണാത്ത രണ്ട് ദരിദ്രവാസികൾ അവളുമാരായിരിക്കും എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ജലജ ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ട് നയനെ നവീനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. അപ്പോഴേക്കും നയന എന്നിട്ട് പറയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ കള്ളിന്ന് മാത്രം എന്നെ എൻ്റെ ചേച്ചിനെ പറയണ്ട, ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നവീൻ നയനയും ഒന്നായിരിക്കും കേട്ടോ, അവർ ദേശത്തിലൊന്നും ആയിരിക്കില്ല, രണ്ടുപേരും ഒറ്റക്കെട്ടായിരിക്കും. അപ്പോഴേക്കും നവി പറയണം, അതെ ഇന്നേ വരെ ഞങ്ങളുടെ ഗോവിന്ദൻ അച്ഛൻ ഞങ്ങളെ മോഷണമൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഇന്നേ വരെ ഞങ്ങൾ ആരെയും മോഷ്ടിച്ചില്ല, എൻ്റെ അച്ഛൻ ഞങ്ങളെ പട്ടിണി എടുത്തത് വളർത്തിയിട്ടുണ്ട്, അതൊക്കെ കഷ്ടപ്പെട്ട് തന്നെ, അല്ലാതെ ഞങ്ങൾ ആരുടെ മോഷ്ടിച്ചൊന്നും ജീവിച്ചിട്ടില്ല എന്ന് നവിയെ പറയുന്നുണ്ട്. ഞാൻ കള്ളത്തരം കാണിച്ച കയറി വന്നേ, അത് ഞാൻ സമ്മതിച്ചു, അതെൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ എൻ്റെ നയന അതുപോലും കാണിച്ചിട്ടില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഞങ്ങളെ കളിയാക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട, ഞങ്ങളത് ചെയ്തിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ചെയ്തവർ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് മോനെ വെച്ച് നയന ചോദിക്കുമ്പോൾ ജലജ ചോദിക്കുകയാണ്, പിന്നെ നീ ആരെയാടി പറഞ്ഞത്, നിൻ്റെ അമ്മായിമ്മനെയാണോ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണോ, പിന്നെ നീ എന്നെയാണോ പറഞ്ഞത്, അതോ മുത്തശ്ശിനെയാണോ അതോ ജാനകിനാണോ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനും എൻ്റെ ചേച്ചിയും എടുത്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീട് മൊത്തം തപ്പണം, പോലീസ് വരട്ടെ എന്ന് പറയുമ്പോൾ നയനെ പറയാണ്, പോലീസ് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാമെന്ന് പറയാണ്. മുത്തശ്ശൻ പറയാണ്, വേണ്ട അനന്തപുരം തറവാട്ടിലോട്ട് പോലീസിനൊന്നും കയറ്റണ്ട, അത് എനിക്ക് വലിയ നാണക്കേട, സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിൽ സ്വർണ്ണ മോഷണം പോയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ ജ്വല്ലറിയുടെ അവസ്ഥ, അതുകൊണ്ട് അതൊന്നും വേണ്ട. ആദർശേ അതുപോലെ തന്നെ ആദർശിനെയും അനിയേയും വിളിക്കുകയാണ് മുത്തശ്ശൻ, രണ്ടുപേരും വന്നിട്ട് എല്ലാ മുറികളും സെർച്ച് ചെയ്യുന്ന പറയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി നീ കൂടെ കൂടിക്കോ, ലേഡീസിൻ്റെ ബാഗും കബോർഡും ഒക്കെ ദേവയാനി നീ ചെക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിൽ നിൽക്കുകയാണ്. അനിയും ആദർശും ദേവയാനിയും കൂടെ കൂടിയിട്ട് എല്ലാ മുറികളും ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ മുറിയിലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, എല്ലാവരുടെ ഹാൻഡ് ബാഗും ചെറിയ ചെറിയ ബാഗുകൾ സഹിതം ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നദിയുടെ ഒരു ബാഗ്, നയനയുടെ ബാഗ്, അതുപോലെ തന്നെ എപ്പോഴും ദേവയാനി ഉപയോഗിക്കുന്നത്, ജലജ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഓരോരുത്തരുടെ ബാഗും എല്ലാം കൊണ്ട് ടേബിളിൽ വെക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇത് അങ്ങേയറ്റം നാണക്കേടായ ഒരു പരിപാടിയായി പോയി, എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത്. എന്തായാലും അച്ഛ സത്യം തെളിയിക്കേണ്ടേ, നടത്തിയേ പറ്റൂ എന്ന് പറയാണ്. അങ്ങനെ ആദ്യം ദേവയാനിയുടെ ബാഗ് നോക്കുന്നു, അതിലൊന്നുമില്ല, കുറച്ച് ക്യാഷും മേക്കപ്പ് ഐറ്റംസും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നവ്യയുടെ ബാഗ് തുറന്ന് ഇടുമ്പം എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. നവ്യയുടെ ബാഗ് നിറച്ചും ലിപ്സ്റ്റിക്കും ഐലൈനറും അങ്ങനെ മേക്കപ്പ് ഐറ്റംസ് മാത്രമായിരിക്കും വീഴുക. അപ്പോഴേക്കും ദേവയാനി കലവ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വല്ല ബ്യൂട്ടി പാർലറിൻ്റെ കടവല്ലോ ആണ് ഇതിനുള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കളിയാക്കിക്കൊണ്ട്. അതേ സമയത്ത് തന്നെ എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നയനയുടെയും ജലജയുടെയും ബാഗ് മാത്രമാണ്. അങ്ങനെ നയനയുടെ ആ കുഞ്ഞു ബാഗ് എല്ലാവരും ഇങ്ങനെ തുറന്നിടുമ്പോഴേക്കും അതിനകത്തൊരു മഞ്ചും 3-4 ചില്ലറ പൈസയും അതിനകത്ത് അവളുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ജലജ ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുകയാണ്, ഈശ്വര ഞാനിതിനെ കൊണ്ട് വെച്ചതാണല്ലോ, എന്നിട്ട് എവിടെ പോയി ഇന്ന് ആലോചിക്കുകയാണ്. അടുത്തായിട്ട് എല്ലാവരും ജലജയുടെ ബാഗ് ഇങ്ങനെ തുറന്നിട്ട് അതിങ്ങനെ കുടയുമ്പോഴായിരിക്കും അതിനകത്തുനിന്ന് കുറേ ക്യാഷും അതുപോലെ തന്നെ ഈ ഒരു ആഭരണം കൂടി താഴെ വീഴുന്നത്. ജലജ ഞെട്ടി ചാടി എഴുന്നേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിനുള്ളിൽ വന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.